കേരളത്തിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു. തൃപ്പൂണിത്തറയിൽ വർണ്ണ മനോഹരമായ അത്തച്ചമയ ഘോഷയാത്ര അല്പസമയത്തിനകം ആരംഭിക്കുകയാണ്. അതിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം ഉടൻ തന്നെ നടക്കും. സുധീഷ് ഗോപാൽ കൂടി ചേർന്നു. സുധീഷ്, എറണാകുളത്ത് അല്ലെങ്കിൽ കൊച്ചിയിൽ നൂറുകണക്കിന് ആളുകളാണ്. ഈ വീഥികളെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് അത്തച്ചമയ ഘോഷയാത്ര കാണാൻ. നേരത്തെ രാവിലെ സുധീഷുമായി സംസാരിക്കുമ്പോൾ ആ നഗരവീഥിയിലൊന്നും ഇത്രയധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എത്ര പെട്ടെന്നാണ് ഈ വീഥികളെല്ലാം നിറഞ്ഞത്. വഴിയോരങ്ങളും പാതകളുടെ ഇരുവശങ്ങളുമെല്ലാം അപാലവൃദ്ധം ജനങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. കണ്ണിന് കുളിർമയുള്ള കാഴ്ചകൾ കാണാൻ, കലാരൂപങ്ങളെല്ലാം നേരിൽ കാണാൻ, കേരളത്തിൻ്റെ പരിച്ഛേദം നേരിട്ടറിയാൻ, കലാവിശേഷങ്ങൾ അറിയാൻ നൂറുകണക്കിന് ആളുകളാണ് രാജവീഥിയെ നിറച്ചുകൊണ്ട് അവിടെ എത്തിയിരിക്കുന്നത്. ഉടൻ തന്നെ ഘോഷയാത്ര ആരംഭിക്കുമല്ലോ. എത്ര മണി വരെ ഇത് നീണ്ടു നിൽക്കും? കൂടുതൽ വിവരങ്ങൾ സുധീഷ് ഗോപാൽ. വിശിഷ്ടാതിഥികൾ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വിനോദ്, ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് ഇതിന്റെ പകുതി ആൾ പോലും ഞാനിപ്പോൾ നിൽക്കുന്ന തൃപ്പൂണിത്തുറയിലെ സ്റ്റാച്യു ജംഗ്ഷനിൽ ഉണ്ടായിരുന്നില്ല. ഇത് മധുരം നുകരാൻ ഉറുമ്പുകൾ എത്തുന്നത് പോലെ ഇവിടെ ഈ മധുരക്കാഴ്ച, അത്തച്ചമയ ഘോഷയാത്രയുടെ മധുരക്കാഴ്ചകൾ നുകരുന്നതിന് വേണ്ടി എത്തിയ ജനക്കൂട്ടമാണ്. എവിടുന്നൊക്കെ ഒഴുകിയെത്തിയെന്നറിയില്ല. നിമിഷ നേരം കൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇവിടെ കൂടിക്കഴിഞ്ഞത്. ഇവിടെ ഏതാണ്ട് 10:45 ഈ ഘോഷയാത്ര സാധാരണഗതിയിൽ എത്തിച്ചേരി. എന്നാൽ ഇപ്പോൾ 10:15 ഘോഷയാത്ര അവിടെ നിന്നും പുറപ്പെട്ടിട്ടില്ല. പുറപ്പെട്ടാൽ ഏറ്റവും പ്രധാനമായി എത്തി ഇവിടെ നിന്നും വലത്തേക്ക് തിരിഞ്ഞാണ് ഈ ഘോഷയാത്ര പോകുന്നത്. പിന്നീട് വടക്കേക്കോട്ട അടക്കം ചുറ്റിക്കറങ്ങി വീണ്ടും ഈ സ്റ്റാച്യു ജംഗ്ഷൻ വഴിയാണ് തിരിച്ച് ഗ്രൗണ്ടിലേക്ക് പോകുന്നതും. ഈ ഒരു യാത്ര കാണാൻ, ഈ ഘോഷയാത്രയിൽ അണിചേരാൻ, പങ്കുചേരാൻ വേണ്ടി ഒത്തുകൂടിയ ജനങ്ങളുടെ തിരക്കാണ് ഈ കാണാൻ കഴിയുന്നത്. ഓരോ വർഷവും ഈ തിരക്ക് കൂടി വരുന്നു. ഇത്തവണ ഞായർ കൂടിയായതും കാലാവസ്ഥ അനുകൂലമായതുമെല്ലാം ആൾക്കൂട്ടം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് വരും വർഷങ്ങളിൽ ഇപ്പോൾ ഈ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് പ്രാദേശിക അവധി വേണമെന്ന ആവശ്യവും ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. എന്തു തന്നെയായാലും ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഈ ഒരു ചടങ്ങ്, അതിന് ചരിത്ര പ്രാധാന്യമുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതൊരു കൂട്ടായ്മയുടെ, ഒരുമയുടെ സന്ദേശം കൂടി പകരുന്നതാണ്. അതെല്ലാം ഉൾക്കൊണ്ട് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ പടയണി അടക്കം മറ്റ് പ്രദേശങ്ങളിലില്ലാത്ത തിരുവല്ല, ചെങ്ങന്നൂർ ഭാഗങ്ങളിലുള്ള പടയണി അടക്കം ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെയാണ് പുലികളിയും മറ്റ് തെയ്യം അടക്കമുള്ള കലാരൂപങ്ങൾ, നൃത്തങ്ങൾ എല്ലാം അണിചേരുമ്പോൾ അതിന് ഗജവീരന്മാരും അതിൽ അകമ്പടി സേവിക്കുമ്പോൾ ആ ഒരു കാഴ്ച കണ്ട് അതിൽ നിർവൃതി അണയാൻ വേണ്ടി എത്തിച്ചേർന്നവരാണ് ഇവിടെ കാണുന്നതൊക്കെ തന്നെയും. ഇവിടെ ആൾക്കാരോടുകൂടി തന്നെ ഇവിടെ സ്ഥിരം വരാറുണ്ടോ? ഞാനൊരു 8 വർഷത്തോളം, ഞാൻ ഇവിടെ ആയിരുന്നില്ല, 8 വർഷത്തോളം ഇവിടെ ഉണ്ട്. എങ്ങനെ എല്ലാ വർഷവും വരാറുണ്ടോ ഇവിടെ? ഞങ്ങൾ തൃപ്പൂണിത്തുറക്കാരാ. അത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഉത്സവമാണെന്ന് തന്നെ പറയാത്. അത്തച്ചമയം അതുപോലെ തന്നെ പൂർണ്ണത്രയീശന്റെ അമ്പലത്തിലെ ഉത്സവമാണ് മെയിനായിട്ട് ഞങ്ങൾക്ക് ഏറ്റവും ഭയങ്കര സന്തോഷം തരുന്നത്. അതിന് എന്തൊക്കെ കാര്യം ഓരോ വർഷവും ഇതിന്റെ പകിട്ട് കൂടി വരുവാണോ? ഒരിടയ്ക്ക് കുറച്ച് കുറഞ്ഞായിരുന്നു, പക്ഷെ ഇപ്പൊ വീണ്ടും നല്ല രീതിയിൽ പഴയ പ്രൗഢിയിലേക്ക് എത്തുന്നുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ പഴയ പ്രൗഢിയിലേക്ക് കൂടുതൽ ആവേശം പകർന്നുകൊണ്ടാണ് ഈ അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്നത് എന്ന അഭിപ്രായമാണ് നാട്ടുകാരിൽ നിന്നും ഉയരുന്നത്. എല്ലാവരും തുടർച്ചയായി കാണുന്നവരുണ്ട്, ആദ്യമായി കാണുന്നവർ. നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിൽ തന്നെ ചോദിക്കുമ്പോൾ ആദ്യമായി ഒരു തവണയെങ്കിലും ഇത് കാണണം എന്ന ആഗ്രഹത്തോടെ എത്തിയവരുണ്ട്. അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയവരാണ്, കിലോമീറ്ററുകൾ താണ്ടി എത്തിയവരുണ്ട്. ഈ നാട്ടുകാർ തന്നെ ഉണ്ട്. എന്ത് തന്നെയായാലും ഇന്ന് ഈ നാടിന്റെ ഒരു ഉത്സവമാണ്, ആഘോഷമാണ്. ഇതോടെയാണ് ഓണത്തിന്റെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും. ആ ഒരു ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ ഓരോരുത്തരും അണിനിരന്നിരിക്കുന്നത്. ഇത് 10:45 ഇവിടെ എത്തി. അതിനുശേഷം ചുറ്റിക്കറങ്ങി വീണ്ടും ഏതാണ്ട് 12:30 വീണ്ടും ഇവിടേക്ക് എത്തും. അതിനുശേഷം 1:30 ഒക്കെയാവും ഇതിനൊരു സമാപനമാവുക എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനോദ്, അതെ, തീർച്ചയായും നമ്മുടെ ഓണാഘോഷത്തിന് തുടക്കമായിരിക്കുന്നു. എല്ലാ വർഷവും അത് തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയോടെയാണ് ആരംഭിക്കുന്നത്. ഇത്തവണയും അതിന് മാറ്റമൊന്നുമില്ല. പകിട്ടുകൾ വർദ്ധിക്കുകയാണ് ഓരോ വർഷവും. ഇത്തവണ ഞായറാഴ്ചയായി വന്നിരിക്കുന്നു. കാലാവസ്ഥയും അനുകൂലമാണ്. അതുകൊണ്ട് ഏറ്റവും സമ്പുഷ്ടമായ നിലയിലുള്ള അത്തച്ചമയ ഘോഷയാത്രയ്ക്കാണ് ഇപ്പോൾ രാജവീഥി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. മിഥുൻ മുരളി കൂടി ചേർന്നു. മിഥുൻ മുരളി, അവിടെ ഫ്ലാഗ് ഓഫ് കർമ്മം ഉടൻ തന്നെ ആരംഭിക്കുകയാണോ?
ഘോഷയാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകൾ നീളുന്ന യാത്രയാണ്. അധികം ദൂരമില്ല എങ്കിലും ഈ ഘോഷയാത്ര കടന്നുപോയി അതേ വഴിയിലൂടെ മടങ്ങി വരുമ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് ഇത് കാണാനും ഇതിൽ പങ്കെടുക്കാനും ഒക്കെയായി അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. ഓരോ വർഷവും പുതിയ പുതിയ വിശേഷങ്ങളാണ് അത്തച്ചമയത്തെ പറ്റി പറയാനുള്ളത്. ഇത്തവണയും പകിട്ടൊട്ടും കുറവല്ല. നമ്മുടെ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. കേരളത്തിൻ്റെ സമ്പൂർണമായ കലാരൂപങ്ങളുണ്ട്, വാദ്യമേളങ്ങളുണ്ട്, പ്ലോട്ടുകളുണ്ട്. അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര കാഴ്ച വിശേഷങ്ങളാണ് തൃപ്പൂണിത്തറ അത്തച്ചമയ ഘോഷയാത്രയിലുള്ളത്. ഘോഷയാത്ര ഉടൻ തന്നെ ആരംഭിക്കുകയാണോ? കൂടുതൽ വിവരങ്ങൾ ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ അനൂപ് ജേക്കബ് സാറിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ അധ്യക്ഷനായിട്ടുള്ള തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിന്റെ വിനോദ അല്പസമയത്തിനുള്ളിൽ തന്നെ ഘോഷയാത്ര അണിനിരക്കും. രാജവീഥിയിലേക്ക് കടക്കും. അത്തം നഗറിൽ നിന്ന് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഘോഷയാത്ര പുറത്തേക്ക് കടക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. എന്തായാലും ഇവിടെ അനേകായിരം ജനങ്ങളാണ് കാത്തു നിൽക്കുന്നത്. ഇവിടെ നിന്ന് തുടങ്ങി കിലോമീറ്ററുകൾക്കപ്പുറം വരെ ഈ ഇവിടെ കാണുന്ന പോലെ തന്നെ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ജനങ്ങൾ ബാരിക്കേഡിനുള്ളിൽ കാത്തു നിൽക്കുകയാണ്. ഒപ്പം തന്നെ ഈ അത്തം ഘോഷയാത്രയോടൊപ്പം തന്നെ സഞ്ചരിക്കുന്ന ആളുകളുണ്ട്. ഘോഷയാത്ര കടന്നു പോകുമ്പോൾ അതിനോട് അനുഗമിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ആളുകളുണ്ട്. കാത്തിരിക്കുന്ന ആളുകൾ, കാണാൻ കാത്തിരിക്കുന്ന, കണ്ട് ആസ്വദിക്കാൻ വേണ്ടി വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ ജില്ലകളിൽ നിന്നടക്കം എത്തിയിരിക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാം അക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. ആ വർണ്ണവസന്തം, ആ പ്രൗഢഗംഭീരമായ ഘോഷയാത്ര ആസ്വദിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി കാത്തിരിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകൾ തൃപ്പൂണിത്തറയിലെയും എറണാകുളം ജില്ലയിലെയും വിവിധ സംഘടനകൾ, സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങി എല്ലാവരുടെയും സഹകരണത്തോടു കൂടി എല്ലാവരും ഒന്നായി കൈമെയ് മറന്ന് ഒരു വർണ്ണവിസ്മയമായിട്ടുള്ള ഓണാഘോഷത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ അതിന്റെ ഏറ്റവും പൂർണ്ണതയിലേക്ക് എത്തുന്ന നിമിഷങ്ങളാണ് ഇനി. അല്പസമയത്തിനുള്ളിൽ തന്നെ ഫ്ലാഗ് ഓഫ് ചലച്ചിത്ര താരം ജഗദീഷ് നിർവഹിക്കുമ്പോൾ ഈ വഴിയിലേക്ക്, നമ്മളിപ്പോൾ കാണുന്ന ഈ വഴിയിലേക്ക് ഓരോ കലാരൂപങ്ങളായി അണിനിരക്കും. 50-ലധികം കലാരൂപങ്ങളാണ്, കേരളത്തിലെ തനത് കലാരൂപങ്ങളാണ് അണിനിരക്കുന്നത്. ഒപ്പം വിവിധ വാദ്യമേളങ്ങൾ, ചെണ്ട അടക്കമുള്ള കേരളത്തിന്റെ തനതായിട്ടുള്ള വാദ്യമേളങ്ങളോടൊപ്പം തന്നെ നാസിക് ഡോൾ അടക്കമുള്ള വാദ്യമേളങ്ങൾ ഇത്തവണത്തെ ഈ കലാമേളയിൽ മാറ്റുരയ്ക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. നാസിക് വാദ്യം, അത് അസുരവാദ്യം എന്നറിയപ്പെടുന്ന ആ ശബ്ദമുയർത്തിയുള്ള ആ വാദ്യോപകരണമൊക്കെ ആദ്യമായാണ് അത്തച്ചമയത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ ഓരോ തവണയും ഓരോ വ്യത്യസ്തമായിട്ടുള്ള കലാരൂപങ്ങൾ അണിനിരക്കുന്ന, ഓരോ തവണയും ഓരോ എന്തെങ്കിലുമൊക്കെ പുതുമകൾ സമ്മാനിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സംഘാടകർ ഈ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അത് അനുഭവവേദ്യമാകുന്ന, ആസ്വാദ്യവേദ്യമാകുന്ന, കണ്ട് തന്നെ നേരിട്ട് തന്നെ അനുഭവിച്ചറിയേണ്ട ഒരു ദൃശ്യവിരുന്നായി തന്നെ ആളുകൾക്ക് മാറുന്നു എന്നുള്ളതാണ്. ഓരോ തവണയും എന്തെങ്കിലുമൊക്കെ പുതുമകൾ ഉണ്ടാകും, എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തതകൾ ഉണ്ടാകും. അത് ഈ അത്തച്ചമയ ഘോഷയാത്രയുടെ മാറ്റ് കൂട്ടുക തന്നെ ചെയ്യുകയാണ് ഓരോ വർഷം കഴിയുമ്പോഴും എന്നുള്ളതാണ്. അപ്പോൾ അക്ഷമയോടുകൂടി തന്നെ ആളുകൾ കാത്തിരിക്കുകയാണ്. ആ മണിക്കൂറുകൾ എത്തിയിരിക്കുന്നു. ഇനി ഏകദേശം 2 മണിക്കൂർ, 10:00 ഇവിടെ നിന്ന് പുറപ്പെട്ടാൽ ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയൊക്കെ ആയിരിക്കും തിരികെ ഈ ഗ്രൗണ്ടിലേക്ക്, അത്തം നഗറിലേക്ക് ഘോഷയാത്ര തിരികെ എത്തുന്നത്. അത്രയും സമയം കണ്ടാസ്വദിക്കുന്നതിനുള്ള ഒരു നിമിഷം പോലും വിരസത തോന്നാതെ ഏറ്റവും മനോഹരമായി ഈ ഘോഷയാത്ര കാണുന്നതിനുള്ള, അനുഭവിക്കുന്നതിനുള്ള ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അക്ഷമയോടുകൂടി തന്നെ കാത്തിരിക്കുകയായിരുന്നു ഇവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ. പുറത്തേക്കുന്ന ജനങ്ങളെല്ലാം തന്നെ സമീപ ജില്ലകളിൽ നിന്ന്, കോട്ടയത്തു നിന്നും ആലപ്പുഴയിൽ നിന്നും ഇടുക്കിയിൽ നിന്നും ഒക്കെ ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട്. മാത്രമല്ല മലബാറിൽ നിന്നും തിരുവനന്തപുരത്തും തെക്കൻ ജില്ലകളിൽ ഘോഷയാത്രയുടെ ഫ്ലാഗ് ഓഫ് കർമ്മം നടക്കുകയാണ്. നടൻ ജഗദീഷാണ് നിർവഹിക്കുന്നത്. ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചാൽ ഉടൻ തന്നെ അത്തച്ചമയ ഘോഷയാത്ര ആരംഭിക്കുന്നു. ഫ്ലാഗ് ഓഫ് കർമ്മം ജഗദീഷ് നിർവഹിച്ചിരിക്കുന്നു. ഇത്തവണത്തെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു. തൃപ്പൂണിത്തറ അത്തച്ചമയ ഘോഷയാത്ര ആരംഭിക്കുകയാണ്. ഘോഷയാത്രയ്ക്ക് ആരംഭം കുറിച്ച് നടൻ ജഗദീഷ് ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശനടക്കം ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയാണ് ഈ അത്തച്ചമയ ഘോഷയാത്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം ജഗദീഷ് നിർവഹിച്ചിരിക്കുന്നു. അങ്ങനെ ഘോഷയാത്ര പുറപ്പെടുകയാണ്. തൃപ്പൂണിത്തറ അത്തച്ചമയ ഘോഷയാത്ര നഗരവീഥി ഒന്നാകെ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. ആബാലവൃദ്ധം ജനങ്ങളും ആ പാതയോരങ്ങളിൽ ഈ കാഴ്ചവിശേഷം കാണാനായി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്.